ത്രിയേക ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് ഓഫ് അമേരിക്ക മർക്കമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ കർത്താവിന്റെ ജനന പെരുന്നാളിന്റെ എൽദോ നോമ്പിന്റെ 19ാം ദിവസം നമുക്ക് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ചേരുവാൻ കർത്താവ് ഇടയാക്കി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഓപ്പണിംഗ് പ്രയർ നടത്തുവാനായി ബഹുമാനപ്പെട്ട ഹെബി എബ്രഹാം അച്ഛനോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. ദൈവമായ കർത്താവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. നിന്റെ കൃപകളും അനുഗ്രഹങ്ങളും അടിയങ്ങൾക്ക് നൽകണമേ. ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളെയും യാചനകളെയും അവിടുന്ന് കേൾക്കണമേ. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരും. കൂടി വന്ന എല്ലാവരുടെ ആവശ്യഭാരങ്ങളെയും ആഗ്രഹങ്ങളെയും തിരുസന്നിധിയിൽ തരും. യഥാസമയം യഥാവിധി അത് പൂർത്തീകരിച്ച് നൽകുവാൻ നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടാകും. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെന്ന് ഞങ്ങൾക്ക് മുൻപേ അറിയുന്ന ദൈവം നീയാണ്. രോഗികളായി ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്നവരെ തൃക്കരങ്ങളിൽ തരും. അവരെ നിന്റെ അദൃശ്യമായ വലതുകരം നീട്ടി തൊട്ട സൗഖ്യമാക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, യുവാക്കൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, വാർദ്ധക്യത്തിലായിരിക്കുന്നു എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. എല്ലാവർക്കും അവരവർക്ക് ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും നൽകണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ കൃപകളെയും നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തിരുനാമഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായി തീരുവാൻ ഇടയാകും. ഞങ്ങളുടെ കൂടിവരവ് ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെടുവാനും അത് അനേകർക്ക് നന്മയായി തീരുവാനും ഇടയാകും. വചനം സുവിശേഷിക്കുന്നവരെ അനുഗ്രഹിക്കണം. അവർക്ക് നീ ജ്ഞാനവും ബുദ്ധിയും വിവേകവും നിന്നിൽ നിന്നുള്ള ശക്തിയും നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കണം. വാങ്ങിപ്പോരെ അബ്രഹാമ്യ ഫലം വസിപ്പിക്കണമേ. പ്രത്യേകാൽ അഭിവന്ന ഇടവക മത്രാപോലത്തെ തിരുമനസിന്റെ മാതാവ് ദൈവസന്നിധിയിലേക്ക് വേർപെട്ടു. മാതാവിന്റെ ആത്മാവിന്റെ തൃക്കരങ്ങളിൽ തരും. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ഇടയിൽ അവരെ പാർപ്പിക്കണം. രണ്ടാമത്തെ വരവെങ്കിൽ ഒരുമിച്ച് കാണുവാൻ ഇടയാകും. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവും എപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിഥന്യ നാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തിരുമേനിയുടെ അസാന്നിധ്യത്തിൽ എങ്കിലും തിരുമേനിയെയും ഏറ്റവും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും കൊച്ചുമ്മമാരെയും മർത്തമറിയം സമാജം ഭാരവാഹികളെയും കൂടി വന്ന എല്ലാ സഹോദരങ്ങളെയും കൊച്ചു കുഞ്ഞുങ്ങളെയും ലോകമെമ്പാടുമുള്ള മക്കളെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും എല്ലാവരെയും പരിശുദ്ധാത്മകൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ അഭിവന്യ തിരുമേനിയുടെ ജന്മദിനത്തെ പറ്റി സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുകയും പ്രിയമാതാവിനെ പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് പ്രിയമാതാവ് കർത്തസന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ പ്രിയമാതാവിനെയും പ്രാർത്ഥനയിൽ സമർപ്പിച്ചു. ഇന്നുമുള്ള പ്രതീക്ഷയിൽ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഇന്ന് സൗത്ത് ഡാലസ് റീജിയനാണ് പ്രാർത്ഥന നയിക്കുന്നത്. അവിടെ ആ റീജിയനിലെ എല്ലാ ദേവാലയങ്ങൾ, അഭിഷിക്തർ, മർത്തമറിയം സമാജം ഭാരവാഹികൾ എല്ലാവരെയും ദേവസ്വം സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ധ്യാന പ്രസംഗം നടത്തുന്ന സ്റ്റെഫി ജോൺ കൊച്ചമ്മയും ദേവസ്വം സമർപ്പിക്കുന്നു. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പാട്ട് പാടുന്നത് പ്രിയപ്പെട്ട സൂസമ്മ കുറിയാക്കോസ്. സൂസമ്മ കുറിയാക്കോസ് പാടുന്നത് വിഷയം കേൾക്കാം. വൈതലാം യേശുവേ
ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയാർ ഉന്നതനെ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. പൈതലാം യേശുവേ, ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതനെ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലല്ലല്ലാ ലല്ലല്ലാ ലല്ലല്ലാ, ആഹാഹാ ആഹാഹാ ആഹാഹാ. താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടി ഉറക്കിടുവാൻ. താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടി ഉറക്കിടുവാൻ. താരാഗണങ്ങളാൽ ആഗതനാകുന്ന വാനാരൂപികൾ ഗായക ശ്രേഷ്ഠർ, വാനാരൂപികൾ ഗായക ശ്രേഷ്ഠർ. പൈതലാം യേശുവേ, ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതനെ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ഉള്ളിൽ തിരതല്ലും മോദത്തോടെത്തും പാരാകെ പ്രേക്ഷകർ നിരനിരയായി. ഉള്ളിൽ തിരതല്ലും മോദത്തോടെത്തും പാരാകെ പ്രേക്ഷകർ നിരനിരയായി. നാദാനി നാഥനായി വാഴുമെന്നീശനായി ഉണർവോടേകും നിൻ ഉൾത്തടഞ്ഞാൻ, ഉണർവോടേകും നിൻ ഉൾത്തടഞ്ഞാൻ. പൈതലാം യേശുവേ, ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതനെ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. പൈതലാം യേശുവേ, ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതനെ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലല്ലല്ലാ ലല്ലല്ലാ ലല്ലല്ലാ, ആഹാഹാ ആഹാഹാ ആഹാഹാ. നമ്മുടെ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. യേശുനാഥൻ എപ്പോഴും നമ്മുടെ ഹൃത്തിൽ ഉണ്ടായിരിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. സുസമ കുര്യാക്കോസിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം ബൈബിൾ വായിച്ച സൂസൻ വർഗീസ് കുടുംബം, അതുപോലെ ലിജിമോൾ ജോർജ് കുടുംബം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ വേദവായനയുടെ സമയമാകുന്നു. എല്ലാവരും വേദപുസ്തകം ഒരുപോലെ തുറന്നു വെച്ച് പ്രാർത്ഥനയോടെ ഇരിക്കണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സെയിന്റ് മാത്യു ചാപ്റ്റർ 2 വേഴ്സസ് 1 to 10. പ്രിയപ്പെട്ട സൂസി ചാണ്ടിയാണ് വായിക്കുന്നത്. സൂസി ചാണ്ടി അമ്മമ്മ വായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ബാറയ്ക്കുമോൾ. ഹെരോദാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി.
യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമൊക്കെയും ഭ്രമിച്ചു. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദ്യാദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദാ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറേ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ബാറിക്കുമോ. പ്രിയപ്പെട്ട സൂസി ചാണ്ടിയ മാമയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കൗമ പ്രാർത്ഥനയുടെയും അനുതാപ പ്രാർത്ഥനയുടെയും സമയമാകുന്നുവല്ലോ. ബഹുമാനപ്പെട്ട അച്ഛൻ പ്രകാരം ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും വന്നേക്കും തന്നെ. ആമേൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളുടെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നേരിട്ട് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. എന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്റെ ഭർത്താവറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. എന്റെ കർമ്മത്തിന്റെ ഉടയവനെ, നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സർവശക്തനെ, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവ സമയങ്ങളെ നീ പ്രാർത്ഥനയുടെയും ആശ്വാസത്തിന്റെയും സമയങ്ങളാക്കി തീർത്തിരിക്കുന്നുവല്ലോ. കർത്താവ് ഈ സമയത്ത് ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും ഞങ്ങളിൽ നിന്ന് കൈക്കൊള്ളണമേ. പാപം നിമിത്തം ഞങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്ന കടച്ചീട്ടിനെ നിന്റെ ഏകപുത്രന്റെ ദുഷ്ടന്റെ സകല സൈന്യത്തെയും അതിനാൽ മറിച്ചെടുത്ത സ്ലീബായിന്മേൽ തൂങ്ങിയ നാഴികയിൽ കീറിക്കളഞ്ഞതുപോലെ നീ കീറിക്കളയണമേ. നിന്റെ വന്യ തിരുനാമത്തെ പ്രീതിപ്പെടുത്തുന്നതായ വിശുദ്ധ ജീവിതവും സുഹൃത നടപടികളും ഞങ്ങൾക്ക് നൽകണമേ. ആദ്യന്തമില്ലാത്ത പിതാവേ, നിന്നെയും നിന്റെ പുത്രനെയും നിന്റെ വിശുദ്ധ റൂഹായും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ചുകൊണ്ട് നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ കുറ്റം കൂടാതെ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. നാം ചൊല്ലിയ പരിശുദ്ധ പ്രാർത്ഥനയും അനുതാപ പ്രാർത്ഥനയും എല്ലാം നാം ഇരിക്കുന്ന സ്ഥലവും നമ്മുടെ ഭവനവും നമ്മുടെ ദേശവും എല്ലാ ദിക്കുകളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന മൂലം അനുഗ്രഹിക്കപ്പെടുന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയും നമ്മുടെ പ്രാർത്ഥന തുടരുകയും ചെയ്യാം. ഒരു പാട്ടോടുകൂടി
നമ്മുടെ പ്രാർത്ഥന വീണ്ടും തുടരാം. പ്രിയപ്പെട്ട മേരി ബോസ് ആണ് പ്രാർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മേരി ജോസ് പാട്ട് പാടണമെന്ന് ആവശ്യം. കേൾക്കാമല്ലോ? കേൾക്കാം കേൾക്കാം. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാ നിൻ ദിവ്യമം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും, നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. നയനങ്ങളെ നിന്നിൽ ഉയരങ്ങളിൽ ചേർത്തു കരുണാർദ്ര സവിധത്തിൽ കരയും നേരം, നയനങ്ങളെ നിന്നിൽ ഉയരങ്ങളിൽ ചേർത്തു കരുണാർദ്ര സവിധത്തിൽ കരയും നേരം, കുരിശിൽ വിരിച്ചോര കനിവിൻ കരങ്ങളാൽ അരുളും സഹായവും ദാനമല്ലേ. കുരിശിൽ വിരിച്ചോര കനിവിൻ കരങ്ങളാൽ അരുളും സഹായവും ദാനമല്ലേ. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ബന്ധങ്ങളിൽ എൻ്റെ കർമ്മങ്ങളിൽ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ, ബന്ധങ്ങളിൽ എൻ്റെ കർമ്മങ്ങളിൽ എന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ, പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ. പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. താങ്ക് ഗോഡ് ആൻഡ് താങ്ക് യു ഓൾ. തീർച്ചയായിട്ടും നമ്മുടെ നേടിയതൊന്നും
കർത്താവിന്റെ ദാനങ്ങളാണ്. ഈ പ്രത്യേകിച്ച് ജനന പെരുന്നാളിലത് ഓർമ്മിക്കുന്നത് നമുക്ക് എപ്പോഴും നാം നന്മയ്ക്കായി ഭാവിക്കും. പ്രിയപ്പെട്ട മേരി ബോസിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നുവല്ലോ. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നാം മാത്രമല്ല, നാം ലോകത്തെമ്പാടുമുള്ള മക്കളെയാണ് ഈ പ്രാർത്ഥനയിലോട്ട് സമർപ്പിച്ചത്. അവർക്കെല്ലാവർക്കും ധ്യാന പ്രസംഗം അനുഗ്രഹപ്രദമാകുവാനും പ്രിയപ്പെട്ട സ്റ്റെബി ജോൺ കൊച്ചമ്മയുടെ നാവോടുകൂടി ഇരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. വീണ്ടും ഡാലസ് റീജിയനിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും അച്ഛന്മാരെ, കൊച്ചമ്മമാര്, പ്രവർത്തകര് എല്ലാവരെയും ദിവസം സമർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് വീണ്ടും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സ്റ്റെഫി ജോൺ കൊച്ചമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. Glory be to the Father, Son, and the Holy Spirit, one true God. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു. ശരിക്കും ഇതെന്താണ് ഈ ആഘോഷം? എന്താണ് നമ്മൾ ആഘോഷിക്കുന്നത്? Celebration is a part of life. But do we know, do we understand what we are celebrating about? നമുക്ക് ആർക്കെങ്കിലും അറിയാം നമ്മൾ എന്താ ആഘോഷിക്കുന്നത്? ക്രിസ്തു ജനിച്ച സ്ഥലത്തിന്റെ പേര്, നാടിന്റെ പേര് ബേത്ലഹേം എന്നാണ്. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാം? മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാം. എന്താ? അപ്പത്തിന്റെ നാട്. അപ്പത്തിന്റെ നാട്. ഇത് ആഹാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം. യാദൃച്ഛികമായിട്ടൊന്നും അല്ല ആ സ്ഥലം അങ്ങനെ വന്നത്. മനുഷ്യന്റെ എല്ലാ വിശപ്പും ശമിപ്പിക്കുന്ന വീടാണ് അത്. ക്രിസ്തു വന്ന് ജനിച്ച ഇടം മനുഷ്യന്റെ എല്ലാ തരം വിശപ്പും അകറ്റുന്ന ഇടമാണ്. ആത്മീകവും ഭൗതികവുമായി ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ വിശപ്പിനെയും അകറ്റാൻ കഴിവുള്ള ഒന്ന്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കഥ, നമ്മൾ കേട്ടിട്ടുള്ള കഥയായിരിക്കാം ഒരു പക്ഷേ. പറയി പറ്റിയ പന്തിരുകുലം, അതെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. നാരായണത്ത് ഭ്രാന്തന്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നു. അതിൽ രണ്ട് സഹോദരങ്ങളുണ്ട്. ഒന്ന് അഗ്നിഹോത്രിയുമുണ്ട്, പാക്കനാരുണ്ട്. മറ്റെല്ലാ സഹോദരങ്ങളെക്കാൾ ഇവർ രണ്ടുപേരുടെയും സംഭവമാണ് പറയുന്നത്. അഗ്നിഹോത്രിയുമുണ്ട്, പാക്കനാർ. ഈ അഗ്നിഹോത്രി ഒരു വലിയ കുടുംബത്തിൽ ഒരു ബ്രാഹ്മണനാൽ എടുത്ത് വളർത്തപ്പെട്ട ആളാണ്. വലിയ സമ്പന്നനായി മാറി. പാക്കനാർ എന്നാൽ അധികം സമൃദ്ധിയൊന്നും ഇല്ലാതെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചതുപോലെ ആ ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ട ആളാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ പാക്കനാർ അഗ്നിഹോത്രിയെ കാണാൻ വരും. ഒരു ദിവസം അഗ്നിഹോത്രിയുടെ വീട്ടിൽ വന്നപ്പോ അഗ്നിഹോത്രി അവിടെ ഇല്ല. അഗ്നിഹോത്രിയുടെ ഭാര്യ മാത്രമേ ഉള്ളൂ. അപ്പൊ അഗ്നിഹോത്രിയുടെ ഭാര്യ പറഞ്ഞു, ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞപ്പോ പാക്കനാർ പറഞ്ഞു, ശരി, ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. ഒരുപാട് ആളുകളുള്ള വീടായതുകൊണ്ട് ഒരുപാട് ഭക്ഷണം വെക്കും. അപ്പോ അഗ്നിഹോത്രിയുടെ ഭാര്യ ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ടിരുന്നപ്പോ ഒരു പ്രാവശ്യം വിളമ്പി, അത് കഴിച്ചു. ഇപ്പൊ ചോദിച്ചു, ഇനി വേണോ? ഇനിയും വേണമെന്ന് പറഞ്ഞു. വീണ്ടും വിളമ്പി. അങ്ങനെ വിളമ്പി 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 ആ വലിയ പാത്രത്തിലുള്ള അന്ന് എല്ലാവർക്കും വേണ്ടി വെച്ചിരുന്ന ഭക്ഷണം മുഴുവൻ തീരാറായപ്പോ ഇവർ വിഷമിച്ചു. വാളിനെ വിട്ട് അഗ്നിഹോത്രിയോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അയാളെ അവിടെ പറഞ്ഞു വിടാനായിട്ട് നിങ്ങളൊന്ന് വന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞു. അപ്പോ അഗ്നിഹോത്രി വന്നു പാക്കനാരോട് സംസാരിച്ചു, ചോദിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചു, നിനക്കെന്താ ഇനിയും ഭക്ഷണം വേണോ? പാക്കനാൻ പറഞ്ഞു, ഇനിയും ഭക്ഷണം വേണം.
അഗ്നിഹോത്രി എന്ന പാത്രത്തിൽ നോക്കിയപ്പോ, വലിയ പാത്രത്തിൽ നോക്കിയപ്പോ 2 വറ്റ് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്, ബാക്കി മുഴുവൻ തീർന്നു കഴിഞ്ഞു. അഗ്നിഹോത്രി പറഞ്ഞു, ഇനി ഇതിൻ്റെ അകത്ത് ആഹാരമില്ല, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ കാക്കനാർ പറഞ്ഞു, അതിന്റെ അറ്റത്ത് 2 വറ്റുണ്ട്. എന്റെ പ്രിയ സഹോദരൻ, ആ 2 വറ്റെടുത്ത് എന്റെ പാത്രത്തിൽ ഒന്ന് ഇടണം. അയാൾ ആ 2 വറ്റെടുത്ത് പാക്കനാറുടെ പാത്രത്തിൽ ഇട്ടു. പാക്കനാർ 2 വറ്റ്, 2 അരി, 2 ചോറ് അത് കഴിച്ചിട്ട് പറഞ്ഞു, ഇപ്പോ എനിക്ക് വയറ് നിറഞ്ഞു, ഇനി എനിക്ക് ആഹാരം വേണ്ട. നമ്മൾ ഓർത്തു നോക്കുക, ഒരിക്കലും തൃപ്തിപ്പെടാത്ത ചില വിശപ്പുകൾ നമുക്കുണ്ട്. അത് ദൈവം തരുന്നതല്ലാതെ ഒരിക്കലും തൃപ്തിയാകാത്ത അനുഭവം. അതിന് ബേത്ലഹേമിലേക്കുള്ള യാത്ര നമുക്ക് ആവശ്യം. നാം അവനെ കാണാനായിട്ട് ബേത്ലഹേമിലേക്കുള്ള യാത്രയില്ല. അവിടെ എത്തുമ്പോ സകലതും അകറ്റിക്കളയുന്ന, സകലതിനെയും ശമിപ്പിക്കുന്ന ഒരനുഭവം. അതുകൊണ്ട് പത്തായത്തിലെ സമൃദ്ധി കൊണ്ടൊന്നും മനുഷ്യന്റെ വിശപ്പിനെ അകറ്റാൻ സാധ്യമല്ല. സ്ഥാനവും പണവും മാനവും ഒന്നും മനുഷ്യനെ വിശപ്പകറ്റുന്നില്ല. സാഹോദര്യ ബന്ധം അത് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന, ഏതവസ്ഥയിലും തകർന്നു പോകുന്ന ഇടങ്ങളിൽ പോലും ഒരുമിച്ച് ചേരാനുള്ള മനുഷ്യന്റെ മനസ്സ്, പ്രാർത്ഥന, അത് നഷ്ടപ്പെടുത്തി കളയാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ വിശപ്പുകൾ അകലും. പണത്തിന് സമൃദ്ധിയല്ല, പണത്തിന്റെ കണക്ക് പറഞ്ഞ സമൃദ്ധിയൊന്നും അളക്കാൻ നമുക്കൊന്നും സാധ്യമല്ല. മറ്റൊന്നും കൊണ്ട് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ചെറിയ ചില കാര്യങ്ങൾ മതി മനുഷ്യർക്ക്, വലുതൊന്നും വേണ്ട. വിശപ്പകറ്റാൻ ചെറിയ ചില കാര്യങ്ങൾ മതി. അവനിക്ക് സന്തോഷിക്കാൻ, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ ചെറിയ കാര്യങ്ങൾ മതി. വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അതുകൊണ്ടാണ് അവൻ ചെറുതിലേക്ക് ഇറങ്ങി വന്നത്. ആ ഇറങ്ങി വന്നത് നമ്മുടെ വിശപ്പിനെ അകറ്റാൻ, നമ്മുടെ സകല പാപങ്ങളെയും നീക്കി ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം തരാൻ വേണ്ടി തന്ന അനുഭവം. വിശപ്പ് എന്താണെന്ന് നമുക്കറിയാം, വിശപ്പിന്റെ വില എന്താണെന്ന് നമുക്കറിയാം. വിശപ്പില്ലായിരുന്നെങ്കിൽ ഒരു മൃഗവും ഒരു വലയിലും വീഴുകയില്ല, ഒരു വലയും വിരിക്കപ്പെടുകയുമില്ല. അതുകൊണ്ട് പലപ്പോഴും വല വിരിക്കുന്നത് മനുഷ്യന്റെ വിശപ്പകറ്റാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ വിശപ്പിനെയൊക്കെ അകറ്റാൻ ദൈവത്തിങ്കിലേക്ക് നീങ്ങുക ബേത്ലഹേമിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹവും കൃപയും നമ്മുടെ ജീവിതം വളരെ വ്യത്യാസമുള്ളതാണ്. പണം ഉണ്ടായാൽ സന്തോഷം ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ സാധിക്കും. പക്ഷെ അതിന് ഉത്തരം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഇടയന്മാർ ശ്രമിച്ച ആ ഗാനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. സമാധാനം നേടണമെങ്കിൽ ദൈവപ്രസാദം ആവശ്യം. അതുകൊണ്ട് ദൈവപ്രസാദത്തിന് വേണ്ടി ജീവിക്കാം, എങ്കിലേ സമാധാനം ഉണ്ടാകുള്ളൂ. അപ്പൊ സമാധാനം ഉണ്ടാകണമെങ്കിൽ ദൈവപ്രസാദം വേണം. എന്തിനാ ദൈവം മനുഷ്യനായി തീർന്നത്? ഒറ്റ കാര്യമുള്ളൂ, മുഖമുള്ള ഒരാൾ നമുക്ക് കൂടെ വേണം. ഉറങ്ങാൻ പോകുന്ന കുട്ടി അമ്മയോട് ഒരിക്കൽ ചോദിച്ചു, അമ്മ എന്റെ കൂടെ വന്ന് കിടക്കണം. അപ്പൊ അമ്മ പറഞ്ഞു, അല്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അപ്പൊ പറഞ്ഞു, അല്ല, അമ്മ എന്റെ കൂടെ വേണം, എങ്കിൽ എനിക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയും. സ്വസ്ഥത, സമാധാനം ജീവിതത്തിൽ വേണമെങ്കിൽ അവൻ കൂടെ വേണം. അവങ്കിലേക്ക് നടന്നെടുക്കണം, ബേത്ലഹേമിലേക്ക് എത്തിച്ചേരണം. സ്നേഹം, ബന്ധം, ഇതെല്ലാം കാത്തു സൂക്ഷിക്കാൻ കഴിയണം. പണം വെച്ചോ, സ്ഥാനം വെച്ചോ, മാനം വെച്ചോ, ജോലി വെച്ചോ ഒന്നും ആരെയും അളക്കാൻ നിൽക്കരുത്. ബന്ധങ്ങൾ അതൊന്നും നമുക്ക് തരുന്നതല്ല. അതുകൊണ്ട് ബന്ധത്തിനപ്പുറത്ത് സ്നേഹവും കരുതലും വിശപ്പകറ്റുന്ന ചിലതൊക്കെ ഉണ്ട്. 2 വറ്റ് മതി. സമൃദ്ധമായ പത്തായത്തേക്കാൾ 2 വറ്റ് സ്നേഹത്തോടെ കൊടുക്കുമ്പോൾ അത് ബന്ധങ്ങളെ നിലനിർത്തും, വിശപ്പിനെ അകറ്റും. ബേത്ലഹേമിലേക്ക് നമുക്ക് പോകാം, വിശപ്പിനെ അകറ്റുന്ന അനുഭവമായി മാറും. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട സ്റ്റെഫി ജോൺ കൊച്ചമ്മയാണ്.
I do welcome Steffi John Kachama for today's message. തേഞ്ഞിപ്പലം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട ജിനു എ ജസ്റ്റിൻ അച്ഛന്റെ കൊച്ചമ്മയാണ്. എനിക്ക് കൊച്ചമ്മയെ നേരിട്ട് പരിചയമില്ല, അച്ഛനെയും അങ്ങനെ പരിചയമില്ല. എങ്കിലും ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട കൊച്ചമ്മയെ വളരെ സ്നേഹപൂർവ്വം DSWA സൗത്ത് വെസ്റ്റ് അമേരിക്ക ഡയസസിന്റെ MMBSന്റെ പേരിലുള്ള എല്ലാ സ്വാഗതവും പ്രാർത്ഥനയും നേരുന്നു. ദൈവം നമ്പുരാൻ നാം ഇവരോടുകൂടി ഇരിക്കട്ടെ. ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം നമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി പ്രിയപ്പെട്ട കൊച്ചമ്മയെ കൂടുതൽ പരിചയപ്പെടുത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയെ സ്നേഹപൂർവ്വം ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി എല്ലാവരുടെയും പേരും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. താങ്ക് യു. ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ. അതെ. ഓക്കെ. നല്ലൊരു ഇൻട്രഡക്ഷൻ ആയിരുന്നു അച്ഛൻ്റെ. വളരെയധികം അർത്ഥവത്തായ വാക്കുകളായിരുന്നു അച്ഛൻ നൽകിയിരുന്നത്. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ. എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിയിടും ഞാൻ. എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിയിടും ഞാൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാന്യനായ അഭിമന്യ തിരുമേനി, ബഹുമാന്യനായ എബിയച്ചൻ, ഈ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ സന്നിഹിതരായിരിക്കുന്ന സ്നേഹമുള്ള ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. പരിശുദ്ധമായ എൽദോ പെരുന്നാൾ സമാഗതമായിരിക്കുകയാണ്. ഈ 25 നാളുകളുടെ പ്രാർത്ഥനകളും നോമ്പ് ഉപവാസങ്ങളും ഒത്തൊരുമിക്കുന്ന അതിമനോഹരമായ ഒരു പരിസരം. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നത് പോലെ ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സംബന്ധമുള്ളവനുമായ അതെ കർത്താവായ യേശുക്രിസ്തു, അവൻ മനുഷ്യനായി മനുഷ്യർക്കിടയിലേക്ക് പിറന്ന ആ സുദിനം ക്രിസ്മസ്. ഇന്ന് നിങ്ങളോടുകൂടി ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കും. വളരെയധികം സുപരിചിതമായ ഒരു വേദഭാഗം അല്ലേ? എത്രയോ തവണ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ വേദഭാഗം ക്രിസ്മസിന്റെ സന്ദേശം ഈ ലോകമെമ്പാടും അറിയിക്കുവാൻ വേണ്ടി നമ്മൾ മനോഹരമായി തിരഞ്ഞെടുത്ത ഒരു വേദഭാഗം. എത്രയോ കരോൾ സന്ധ്യകളിൽ പാടിയും പറഞ്ഞും നമ്മൾ ഉച്ചരിച്ച വേദഭാഗം. അതിനെ നമ്മൾക്ക് രണ്ടായി തിരിക്കാം. ആദ്യ ഭാഗം, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. എത്ര സിമ്പിളായി ഞാൻ പറഞ്ഞു പോയല്ലേ? എത്ര സിമ്പിളായി നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റും. പക്ഷെ അത്ര സിമ്പിളാണോ ഈ സ്റ്റേറ്റ്മെന്റ്? ഒരിക്കലുമല്ല. വളരെയധികം ആശങ്കകൾ ഉളവാക്കുന്ന ഒരു വേദഭാഗം കൂടിയാണിത്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അസാധ്യമായ ഒരു കാര്യം. മനുഷ്യദൃഷ്ടിയിൽ ഇത് സാധ്യമാണോ? ഒരിക്കലുമല്ല. ഇതെവിടെയെങ്കിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള പലതരത്തിലുള്ള സംശയങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൽ ഉളവാക്കുന്ന ഒരു വേദഭാഗം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും, ക്രിസ്മസ് ഇസ് എ സെലിബ്രേഷൻ ഓഫ് ഇമ്പോസിബിൾ ടു പോസിബിൾ. അസാധ്യമായതിൽ നിന്ന് സാധ്യമാക്കിയതിലേക്കുള്ള ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഈ തിരുപ്പിറവിയോട് തന്നെ ഇതിന് പിന്നോടിയായി തന്നെ നമുക്ക് പലതരത്തിലുള്ള സൂചനകൾ വേദഭാഗത്ത് ദർശിക്കുവാൻ സാധിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് അബ്യാക്കൂരിൽ പൗരോഹിത്യം നിർവഹിച്ച സെക്രിയാവും അദ്ദേഹത്തിന്റെ ഭാര്യ ഏലുഷബയും. മച്ചി എന്ന് വിളിക്കപ്പെട്ടവൾക്കിത് 6-ാം മാസം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 36-ൽ പറയുന്നു, മച്ചി എന്ന് വിളിക്കപ്പെട്ടവൾക്കിത് 6-ാം മാസം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതെ, പിതാവാം ദൈവം, ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യം എന്നർത്ഥമുള്ള
ഗബ്രിയേൽ മാലാഖയെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിൽ യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന, ശ്രദ്ധിക്കുക, വിവാഹം കഴിച്ചവളല്ല. അതിനർത്ഥം അവൾ ആരാണ്? കന്യക. ആ കന്യകയുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇവിടുത്തെ സാഹചര്യം നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് സാഹചര്യം? അസാധ്യതകളാൽ വളരെയധികം വീർപ്പുമുട്ടുകയാണ്. ബെത്ലഹേമിലേക്കുള്ള വഴികൾ താണ്ടുവാൻ ഇനിയും ഒത്തിരി കടമ്പകൾ ബാക്കിയാണ്, അല്ലേ? കന്യക ഗർഭിണിയായി. കന്യക അത്ര നിസ്സാരമായി കാണേണ്ട ഒരു വാക്കല്ല. എ വെർജിൻ വൺ. അതേപോലെ തന്നെ അന്നത്തെ കാലത്ത് എ വോയിസ്ലെസ് വൺ. വോയിസ്ലെസ്. അത് ഞാൻ പറയാൻ കാരണമുണ്ട്. സുവിശേഷകൻ പോലും ഈ വേദഭാഗത്ത് അടിവരയിട്ട് കാണിക്കുന്നു. എങ്ങനെ? വിശുദ്ധ കന്യക മറിയത്തെ നമുക്ക് എങ്ങനെയാണ് പരിചയപ്പെടുത്തി നൽകുന്നത്? ഒരു പുരുഷന്റെ മേൽവിലാസത്തിലൂടെയാണ് നമുക്ക് വിശുദ്ധ കന്യക മറിയത്തെ പരിചയപ്പെടുത്തുന്നത്. ദാവീദ് ഗൃഹത്തിലെ യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവൾ. അത്രമേൽ യഹൂദർ അത്രമേൽ സ്ത്രീകൾക്ക് പ്രയോറിറ്റി നൽകിയിരുന്നില്ല എന്നൊരു പ്രസ്താവനയോട് കൂടിയാണ് സുവിശേഷകൻ ഇതിൽ കാണിക്കുന്നത്. ഈ ആനുകാലികതയുടെ നടുവിലും ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കും സ്വന്തമായി, എനിക്കായി, എന്റേത് മാത്രമായി, മയോൺ, അങ്ങനെ പലതും. ഇന്നത്തെ കാലത്ത് അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നില്ല. കാരണം സ്ത്രീകൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയി. എന്നാൽ അന്നത്തെ കാലത്തെ സ്ത്രീകളും ഇതുപോലെ ഉണ്ടാകാം എന്നല്ല, ഉണ്ടാകും തീർച്ച. അത്രയും പരിക്കമേറിയ നിയമവ്യവസ്ഥകൾക്കിടയിലും കന്യക മറിയാം ഏറ്റെടുത്ത ദൗത്യം അത് വളരെയധികം ഗൗരവമേറിയതാണ്. ശരിക്കും പറഞ്ഞാൽ അസാധ്യമായവ ഒരിക്കലും സാധ്യമായ ഒരു ചോദ്യം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 34 ആ ചോദ്യം. ഞാൻ പുരുഷനെ അറിയായികയാൽ എങ്ങനെ സംഭവിക്കും? ഒരു കന്യകയുടെ ന്യായമായ ഒരു ചോദ്യം. അവൾക്ക് അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടിയാണ് വേണ്ടത്. അവളുടെ ആധ്യാത്മികയെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണത്. നമ്മുടെ ജീവിതത്തില് ആധ്യാത്മികയ്ക്കും ആത്മവിശ്വാസത്തിനും വളരെയധികം കോട്ടം തട്ടിയിട്ടുണ്ട്. അങ്ങനെ പല സാധ്യതകൾ നമ്മൾ അസാധ്യമായി കാണുന്നു. ആ തിരിച്ചറിവ് നമുക്ക് കൊണ്ടുവരണം. അതിന്റെ ഉത്തരമായി ഗബ്രിയേൽ മാലാഖ മറിയത്തിനോട് പറയുന്നത് ഒരു സപ്പോർട്ടിംഗ് സൈനാണ് മറിയത്തിന് നൽകുന്നത്. ആ സപ്പോർട്ടിംഗ് സൈനാണ് ഏലുശുബ. മച്ചി എന്ന് വിളിക്കപ്പെട്ടവൾക്ക് ഇത് 6-ാം മാസം. അസാധ്യമായത് ദൈവത്താൽ സാധ്യമായി എന്നൊരു തെളിവാണ് ഗബ്രിയേൽ മാലാഖ ഏലുശുബയായി കന്യക മറിയത്തിന് നൽകുന്നത്. സപ്പോർട്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സപ്പോർട്ടിന് പലതരത്തിലുള്ള അർത്ഥമുണ്ട്. ധൈര്യം, ബലം, താങ്ങ്, തണൽ, അല്ലേ? ഇവിടെ ഗബ്രിയേൽ മാലാഖ നൽകിയ സപ്പോർട്ടിംഗ് സൈൻ ഏലുശുബ നമ്മുടെ കന്യക മറിയത്തെ ബെത്ലഹേമിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടി ബലപ്പെടുത്തുകയാണ് ചെയ്തത്. അസാധ്യമായത് ദൈവത്താൽ സാധ്യമായി എന്ന് കാണിച്ചു നൽകുകയാണ്. ചുറ്റുമുള്ളതിൽ നിന്നെങ്കിലും നമ്മൾ ദൈവികമായ സാന്നിധ്യത്തെ തിരിച്ചറിയണം. അത് നമ്മുടെ ഒരു കുറവ് തന്നെയാണ്. നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. തിരിച്ചറിവ് നല്ലതാണ്. എല്ലാത്തിലും ഒരു തിരിച്ചറിവ് നല്ലതാണ്. ഞാനൊരു കഥ പറയാം. കേട്ടിട്ടുള്ളതാണെങ്കിൽ ക്ഷമിക്കുക. ഒരു മനുഷ്യൻ കടലിന്റെ നടുവിൽ മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം രക്ഷിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വഞ്ചി വന്നു. ആ വഞ്ചിക്കാരൻ അദ്ദേഹത്തെ കൈപിടിച്ച് കയറ്റുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അദ്ദേഹം ആ വഞ്ചിക്കാരനോട് പറഞ്ഞു, താങ്കൾ പൊക്കോളൂ, എന്നെ ദൈവം നേരിട്ട് രക്ഷിക്കും. പിന്നീട് ഒരു വള്ളം വന്നു. ആ വള്ളക്കാരനോടും ഇദ്ദേഹം ഇത് തന്നെ ആവർത്തിച്ചു. പിന്നീട് അതിവിശാലമായ ഒരു കപ്പൽ വന്നു. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഉത്തരം? പഴയത് തന്നെ. താങ്കൾ പൊക്കോളൂ, ദൈവം എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കടലിൽ മുങ്ങി താഴുകയാണ്.
ഇവിടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ തിരിച്ചറിവാണ്. എന്ത്? ഈ വന്ന വള്ളവും കപ്പലും വഞ്ചിയും ഇതെല്ലാം ദൈവം അദ്ദേഹത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളായിരുന്നു. ദൈവം നൽകിയ സാധ്യതകളാണെന്നുള്ള തിരിച്ചറിവാണ് അദ്ദേഹത്തിന് നഷ്ടമായത്. ഇതേപോലെ തന്നെയാണ് നമ്മൾക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം പലതരത്തിലുള്ള സാധ്യതകൾ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ തിരിച്ചറിയാതെ എത്രയോ വട്ടം തള്ളിക്കളഞ്ഞിട്ടുണ്ടാകാം. ആ സാധ്യതകളെ എല്ലാം തട്ടി മാറ്റിയിട്ട് ദൈവത്തോട് ഇനിയും നമ്മളിത് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഇതെന്താണ് സാധ്യമാവാത്തത്? ഇതെല്ലാം എനിക്ക് അസാധ്യമാണല്ലോ. നമ്മൾ തന്നെയാണ് ആ സാധ്യതകൾ തട്ടി മാറ്റി കളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ക്രിസ്മസ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഇമ്പോസിബിൾ ടു പോസിബിൾ. രണ്ടാം ഭാഗം, ദൈവം നമ്മോടുകൂടെ. അതെ, ദൈവം നമ്മോടുകൂടെ. കൂടെ, വീട്, കൂട്ട്, ഇവയെല്ലാം ഈ കൂടെ എന്ന വാക്കിൽ നിന്നാണ്. കൂടെ എന്ന വാക്കിനും പലതരത്തിലുള്ള അർത്ഥമുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച്. സ്നേഹം, സന്തോഷം, സമാധാനം, ബലം, ധൈര്യം, താങ്ങ്, തണൽ, ഇവയെല്ലാം ഈ കൂടെ എന്ന വാക്കിനകത്ത് ഉൾക്കൊള്ളുന്നതാണ്. സ്കൂളിലേക്ക് പാഠപുസ്തകവുമായി പോകുന്ന ഒരു കുട്ടി, അവന്റെ ഉള്ളിൽ അവന്റെ കൂടെ ആരുണ്ടാമെന്നുള്ള ധൈര്യമാണ് അവന്റെ രക്ഷിതാക്കൾ. നമ്മൾ ഓരോ ഫ്രണ്ട്സിനെയും തിരഞ്ഞെടുക്കുന്നത് എന്ത് മാനദണ്ഡത്തിലാണ്? എന്റെ കൂടെ എനിക്ക് പറ്റിയത്, അല്ലേ? ഈ തിരഞ്ഞെടുപ്പിന്റെ കാലയളവിലും തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഫ്ലെക്സുകൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന, പ്രതിഫലിച്ച് കാണുന്ന ഒരു വാചകമുണ്ട്, കൂടെയുണ്ട്. ആദത്തിന് ദൈവം ഹവ്വയെ നൽകിയത് ഒരു കൂട്ടിനാണ്, അല്ലേ? ഇന്ന് ഈ ക്ഷണികമായ ലോകത്ത്, ഈ ക്ഷണികമായ ജീവിതത്തിൽ ആരാണ് നമുക്ക് കൂടെയുള്ളത്? അതിന്റെ ഉത്തരമാണ് ബേത്ലഹേം. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന വാഗ്ദാനമാണ് ക്രിസ്മസ്. നമുക്കൊരു കൂട്ട്, അതുപോലെ നമ്മൾ എല്ലാവർക്കും ഒരു കൂട്ട്, ഒരു താങ്ങ്. ദൈവം നമ്മോട് കൂടെ എങ്ങനായിരുന്നു അതുപോലെ തന്നെ ചുറ്റുമുള്ളവർക്ക് നമ്മൾക്കും കൂട്ടായിരിക്കാൻ സാധിക്കട്ടെ. എത്രയോ പ്രാർത്ഥനകൾ സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ മുടക്കിയിട്ടുണ്ട്. ആ പ്രാർത്ഥനകളോടെല്ലാം ക്ഷമാപണം ചോദിക്കേണ്ട സമയമായിരിക്കും. എത്രയോ തവണ നമ്മൾ നമ്മുടെ ദൈവത്തെ തള്ളി പറഞ്ഞിരിക്കുന്നു. ഇതൊന്നും നടക്കുന്നില്ല. ഞാൻ ഇന്നലെ വന്ന് പ്രാർത്ഥിച്ചില്ലല്ലേ, എന്തുകൊണ്ട് ഇന്ന് നടന്നില്ല? ഞാൻ ഇന്നലെയും പ്രാർത്ഥിച്ചു, ഇന്നും പ്രാർത്ഥിച്ചു, ഇതൊന്നും നടന്നില്ല, ദൈവം എനിക്ക് നടത്തി തരുന്നില്ല, ഇതെല്ലാം എനിക്ക് അസാധ്യമാക്കിയിരിക്കുന്നു. നിലത്തെ പൊടികൊണ്ട് സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് നമ്മളെ മുമ്പോട്ട് നയിക്കേണ്ടത്. ആ തിരിച്ചറിവ് നമ്മളെ ഏവരെയും മുമ്പോട്ട് നയിക്കാൻ ഇടയാവട്ടെ. എല്ലാവരുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് നൽകിയ അവസരത്തിന്, എന്റെ വചനത്തെ കേട്ട ശ്രദ്ധയ്ക്ക് എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സാധ്യതകളെ തിരിച്ചറിയുക, അത് ദൈവത്തിങ്കിലേക്കുള്ള യാത്രയ്ക്ക് ഉപയോഗിക്കുക. രണ്ട് വാക്കുകൾ. These two words are just opposite of each one. Impossible and possible. നമ്മൾ പലപ്പോഴും ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, with God everything is possible. Without God, it's just opposite of that. We know who God is, and we have a perception to know and understand who God is. നമുക്ക് ദൈവം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്. സാധ്യതകളും അസാധ്യമായ അനുഭവങ്ങളും. നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ പറയും ഇങ്ങനെ സാധ്യതകളോ സാധ്യങ്ങളോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പാട്ടൊക്കെ പാടും. പക്ഷേ സാധ്യമല്ലാത്തതൊക്കെ സാധ്യമായി തീരുന്ന ഒരു സമയത്ത് ദൈവത്തെ ഓർക്കാറുണ്ടോ?
അതാണ് രണ്ടാമത്തെ ഭാഗത്ത് കൊച്ചമ്മ ഓർമ്മിപ്പിച്ചത്. അതിന് ബേത്ലഹേമിലേക്കുള്ള യാത്ര, ഞാൻ ആദ്യം പറഞ്ഞതുമായിട്ടൊരു കണക്ഷനാണ്. അതിന് ബേത്ലഹേമിലേക്കുള്ള യാത്രയുണ്ട്. വിശപ്പിനെ അകറ്റുന്നതാണ് ഈ സാധ്യതകൾ. അസാധ്യമാകുമ്പോൾ വിശപ്പാണ്, സാധ്യമായി തീരുമ്പോൾ വിശപ്പ് മാറുകയാണ്. അത് നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ടതുമാണ്. Have a destination which is going to be the Bethlehem, and that's what we want in our journey. We are in a spiritual journey which leads to the Bethlehem, which comforts us, our hunger. ഇത് നമ്മളെ നയിക്കുവാൻ ഇടയാകട്ടെ. ക്ഷമയുടെ ഈ വാക്കുകൾക്ക് പ്രത്യേകമായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിന്റെ മാർത്തമറിയം സമാജത്തിന്റെ പേരിലുള്ള എല്ലാ സ്നേഹവും നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. കൂടുതൽ ദൈവം നമ്പരാൻ അനുഗ്രഹങ്ങളും കൃപകളും നൽകട്ടെ. പ്രിയപ്പെട്ട അച്ഛനെയും ഓർക്കുന്നു, അച്ഛന്റെ ശുശ്രൂഷകളെയും ഓർക്കുന്നു. രണ്ടുപേരെയും ഗുണമായി ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസിന്റെ പുതുവത്സരത്തിന്റെ എല്ലാ ആശംസകളും പ്രിയപ്പെട്ട കൊച്ചുമ്മയ്ക്കും കുടുംബത്തിനും നേരുകയും ചെയ്യും. പ്രിയപ്പെട്ട സ്റ്റെഫി ജോൺ കൊച്ചമ്മയും അച്ഛനെയും കുടുംബത്തെയും പ്രിയപ്പെട്ട എല്ലാവരെയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസ് ഇമ്പോസിബിലിറ്റീസിന്റെ സെലിബ്രേഷൻ ആണെന്നും കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു ആശ്വാസത്തിനിടയാകുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ മൊമെന്റിലും നമുക്ക് ആശ്വാസത്തിനിടയാക്കുകയും അത് ജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിക്കുന്നതിന് നമുക്ക് കൃപ തരണമേ എന്ന് വായിക്കൊണ്ട് പറയുക മാത്രമല്ല, അത് നമ്മുടെ ഹൃദയത്തിൽ തട്ടി നമുക്ക് സമാധാനം നൽകുന്നതിന് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നുണ്ടോ. വിശുദ്ധ ബാവ തിരുമേനിയെ സമർപ്പിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും സഭയെ നയിക്കാനുള്ള കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭാ നേതാക്കളെ ഇതുപോലെ സമർപ്പിക്കുന്നു. ഒരുമിച്ച് നിന്ന് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി പ്രവർത്തിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ദേവമാതാവിന്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന തിരുമേനിക്ക് ആശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിലൊക്കെ ക്ഷേമമായി എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് തിരിച്ചെത്താൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും അവരുടെ ദൈവീയ ശുശ്രൂഷകൾ ഭംഗിയായി നിർവഹിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പശ്ചിമമാരെയും മർത്തമറിയം സമാജം പ്രവർത്തകരെയും എല്ലാ ആത്മീയ സംഘടനകളുടെ പ്രവർത്തകരെയും ഇടവക, പ്രത്യേകിച്ച് ഇടവക, ഓരോ ഇടവകയുടെയും പുരോഹിതന്മാരെയും വാട്ടർ ബോയ്സിനെയും സിസ്റ്റേഴ്സിനെയും ദിവസനെ സമർപ്പിക്കുന്നു. ഇത് കൂടാതെ തന്നെ നാം ഓരോരുത്തരെയും തമ്പുരാൻ ഓരോ നിയോഗങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവഹിതത്തിനായിട്ട് നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള മക്കളെയും സമർപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ഏതാണ്ട് ഈ വർഷം അവസാനിക്കുകയാണല്ലോ. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന്റെ ഉദരത്തിൽ രൂപം കൊണ്ട കാലം, രൂപം കൊണ്ടതിന് മുൻപേ തന്നെ പേര് ചൊല്ലി വിളിച്ച കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ അനുഗ്രഹത്തിനും ഓർത്തോർത്ത് നന്ദി പറഞ്ഞു ഓരോ കുറവും ഏറ്റു പറഞ്ഞുകൊണ്ട് ഇത്രയും പേർ ഒരുമിച്ച് ഒരേ ആത്മാവിൽ ദൈവസന്നിധിയിരിക്കുമ്പോൾ ദൈവം നമ്മുടെ മധ്യമുണ്ട്. ശ്രദ്ധ വെച്ച് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ സ്തുതി സ്തോത്രങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് ദൈവം കർത്താവ് ഇരിക്കുകയാണല്ലോ. നമ്മെ തന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള മക്കളെയും സമർപ്പിക്കാം. രോഗാവസ്ഥയിലിരിക്കുന്ന എല്ലാ മക്കളെയും അന്മാരെയും അഭിഷിക്തരെയും അന്മാരെയും സമർപ്പിക്കുന്നു. പൈങ്ങോലിയച്ഛൻ, ബഹുമാനപ്പെട്ട പൈങ്ങോലിയച്ഛൻ, ബഹുമാനപ്പെട്ട PS വർഗീസ് അച്ഛൻ, സന്തോഷ് ബേബി അച്ഛൻ, ആയിരം ജയലക്സ് അച്ഛൻ, അതേപോലെ തന്നെ എല്ലാ ബഹുമാനപ്പെട്ട അഭിഷിക്തരായിട്ടുള്ള എല്ലാ ശ്രേഷ്ഠ വൈദികരെയും സമർപ്പിക്കുന്നു. ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളെയും മെഡിക്കൽ ടീമിനെയും സമർപ്പിക്കുന്നു. ഉമ്മൻ കോര, ദിലീപ് കുരുവിള, വത്സ, ബേബി, തോമസ്, ടിഫാനി ഇവരെ സമർപ്പിക്കുന്നു. ഷാനു, തോമസ്, അരുൾ, ലിസി,
ഇവരെ സ്തോത്രത്തോടെ ദൈവസ്ഥനെ സമർപ്പിക്കുന്നു. എബി തോമസ് ഇവരെ സമർപ്പിക്കുന്നതോടൊപ്പം തലകൾ വണക്കിയിരിക്കുന്നവർ, ലോകത്തെമ്പാടുമുള്ള രോഗാവസ്ഥയിരിക്കുന്ന മക്കളെ ദൈവസ്ഥനെ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ ആണിപ്പഴുതുള്ള കരങ്ങൾ നീട്ടണമേ, സൗഖ്യം തരണമേ. കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ടവരും ഒരു വാക്ക് കൽപ്പിച്ചവരും ഒരു നോട്ടം കൊണ്ടും സൗഖ്യമായവരും ഓർത്ത് അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് സൗഖ്യം പ്രാപിപ്പാൻ തലകൾ വണക്കിയിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ ശാന്ത തോമസ്, ഷിനി, ബോബി ഇവരെയും ദിവസം സമർപ്പിക്കുന്നു. ബർത്ത്ഡേസ് ആയവര് ആനിവേഴ്സറി ആയവരെ എല്ലാം സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. തോമസ് ഫിലിപ്പ് സിബിൾ ബീച്ച് ഇവരെ സമർപ്പിക്കുന്നു. ജനറേഷനെ പ്രത്യേകമായി ഓർക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും നാം പ്രത്യേകം ഓർക്കുന്നതാണ്. നമ്മൾ എഴുന്നേറ്റ് യാമങ്ങളിലും അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന പ്രാർത്ഥന വിലാപങ്ങളിൽ നാം പ്രത്യേകം ഓർക്കുന്നുണ്ട്. എഴുന്നേറ്റ് നിലവിളിക്കാം. ആ നിലവിളി ഒരിക്കലും വ്യർത്ഥമായി പോകില്ലെന്ന് നമുക്കറിയാം. നമ്മുടെ മാതാക്കൾ, പിതാക്കൾ, നമ്മുടെ വലിയച്ഛന്മാർ നമുക്ക് വേണ്ടി അപേക്ഷിച്ചത് ഇന്ന് നാം അനുഭവിക്കുന്നുണ്ട്. അവരുടെ അതിൻ്റെ നന്മ അനുഭവിക്കുന്നു. അത് തന്നെ നമുക്ക് ആവർത്തിക്കേണ്ടതായ സമയമാകുന്നു. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ പല അഡിക്ഷനിലായി പോകുന്നുണ്ട്. അവരെ രക്ഷിക്കണമേ. പൈശാചിക ബന്ധത്തിൽ നിന്നവരെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കാം. ദൈവവചനം ആദരിക്കുന്നവരായി തീരണമെന്ന് അപേക്ഷിക്കാം. കൊച്ചു കുഞ്ഞുങ്ങൾ, ബാല്യപ്രായം, യൗവനപ്രായം, ജോലിയിലിരിക്കുന്ന മക്കൾ, കുടുംബജീവിതം നയിക്കുന്നവർ എല്ലാവരും ദൈവസംരക്ഷണയെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ലീഡിയ 2, ആൻ, എലിസബത്ത് 2, കാരലിൻ, ഹാന, ആൽബിറ്റ്, ലോറൻസ്, നീതൻ എല്ലാവരെയും സമർപ്പിക്കുന്നു. ദൈവീയ ശക്തി വ്യാപരിക്കണമേ. പ്രാർത്ഥിക്കാനും ദിവസം വായിക്കാനും ദൈവാരാധനയിൽ പങ്കുകൊള്ളാനും കൂദാശകൾ സ്വീകരിക്കാനും വൈമുഖ്യം കാണിക്കാൻ ഇടവരുത്താതെ മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ദൈവരാജ്യവും നീതിയും മുൻപേ അന്വേഷിക്കുവാനായിട്ട് അവർക്ക് അറിയാൻ പറ്റുന്നില്ല. അവർക്ക് അതിന് പ്രാധാന്യം മനസ്സിലാക്കുവാൻ ദൈവമേ ഇടയാക്കണമേ. പ്രാർത്ഥിക്കുന്ന നമ്മെ ഓരോരുത്തരെയും അതോടൊപ്പം ശുദ്ധീകരിക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് ജിയാനിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാത്യു, എവ്ലിൻ, ജോയൽ പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിലായിരുന്നു അനേക നാളുകൾ. അവർക്ക് കർത്താവ് വിടുതൽ കൊടുത്തു. വീണ്ടും രോഗാവസ്ഥയിലായിരിക്കുന്ന ആ മക്കളെ അവർക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണമെന്ന് നമുക്ക് സ്തോത്രത്തോടെ ആയിരിക്കാം. സെമിനാരിയൻസ് ആയിരിക്കുന്ന ജിതിൻ ജോയ്, ഏവൽ, വിന്നി, ഡീഗൻ സോളമൻ, ഡീഗൻ റയൻ, ഡീഗൻ മാത്യു, ഡീഗൻ ആദ്യവരെ ഓർത്ത് കൃത്യമായി പ്രാർത്ഥിക്കുന്നു. പുതിയതായി ജനിച്ച കൊച്ചു കുഞ്ഞുങ്ങൾ, വരാനിരിക്കുന്ന തലമുറ, ബാപ്റ്റിസമേറ്റവർ ഇവരെ ഓർത്ത് കൃത്യമായി പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും അടിക്കടി പരീക്ഷണങ്ങൾ കൊണ്ട് തളർന്നു പോയ മക്കൾ പ്രത്യേകമായി റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്. നിഷ, ഷീജ, അതുപോലെ അജിത്, ശശി, സുരേഷ്, ഷാജി ഇവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ട്രാവൽ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ മക്കളെയും ക്ഷേമത്തോടെ എത്തിച്ചേർന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുന്നവര്, ഡ്രൈവ് ചെയ്യുന്നവര്, കഠിന ജോലി ചെയ്ത് ഉപജീവിക്കുന്നവര്, ജോലി നഷ്ടപ്പെട്ടവര്, ജോലി സ്ട്രെസ് അനുഭവിക്കുന്നവര്, വ്യക്തി സമാധാനമില്ലാതെ, കുടുംബത്തിൽ സമാധാനമില്ലാതെ, ഇടവകയിൽ സമാധാനമില്ലാതെ, സഭയിൽ സമാധാനമില്ലാതെ, രാജ്യങ്ങൾ തമ്മിൽ സമാധാനമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയെ സമർപ്പിക്കും. യുദ്ധത്തിന്റെ വൈഷമ്യം അനുഭവിക്കുന്നവര്, ക്രിസ്ത്യാനികളായി അല്ലാതെ പീഡ അനുഭവിക്കുന്നവര്, ജയിൽവാസം, കുറ്റം ചെയ്തും അല്ലാതെയും ജയിൽവാസം അനുഭവിക്കുന്നവര്, നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ട് വിഷമം എല്ലാവരും ദിവസം വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവർ, ഡിമെൻഷ്യാൽസിനസ്, ഈ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ, ടെർമിനൽ ഇൽനസ്, പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റലിലായിരിക്കുന്നവര്, മെഡിക്കൽ ടീമിനെ പ്രത്യേകം, അനാഥമാർ, ആരും പ്രാർത്ഥിക്കാനും ഇല്ലാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കും. എല്ലാ വോളണ്ടറി സംഘടനകളെയും സമർപ്പിക്കുന്നു. അനേകം വോളണ്ടറി സംഘടനകളുണ്ട്. കാരുണ്യ നിലയം, ആശ്രയ,
എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക സഹായം ആവശ്യമുള്ള അനേക രംഗങ്ങളും പഠിക്കുവാനായി വേണ്ട ധനസഹായം, രോഗികളായിരിക്കുന്നവർക്ക്, വീടില്ലാതിരിക്കുന്നവർ, പലതരത്തിലുള്ള സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർ, പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ സമയത്ത് നമ്മളാലാവുന്ന ചെറിയ ചെറിയ സഹായം, അനേകം പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ നാം ചെയ്യുന്ന ചെറിയ ചെറിയ സഹായം, നിർധനയായ വിധവയുടെ ചില്ലിക്കാശുകൾ നമുക്കുള്ളതുപോലെ കൊടുത്താൽ അത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് നിങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥനയോടൊപ്പം, അതുപോലെ തന്നെ ഒരു ആശ്വസിപ്പിക്കുന്ന ഒരു വചനം ഒന്ന് ഫോൺ ചെയ്ത് അതുപോലെ രോഗികളായിരിക്കുന്നവരെ സന്ദർശിച്ച് നോക്കി ആശ്വാസം പകരുവാൻ ഈ നോമ്പ് കാലത്ത് പ്രത്യേകം ഇടയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പെരുന്നാളില് ഒരു നല്ല ആഹാരം കഴിച്ചിട്ടില്ലാത്തവരും, ഒരു പാർപ്പിടമില്ലാത്തവരും, നല്ല വസ്ത്രം ധരിച്ചിട്ടില്ലാത്തവരും, സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തവരും, ഇതിനെല്ലാം നമുക്ക് പ്രാർത്ഥനയോടെ ഇരുന്നാൽ ഇതെവിടെ എത്തണം നമ്മൾ എന്തെങ്കിലും കാണിച്ചു തരും. അത് ചെയ്യുവാൻ നമുക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. അധികമായി ഉണ്ടാകട്ടെ, അധികമായി സഹായം ചെയ്യുവാൻ നല്ല മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവര് അല്പകൊച്ചുമയ്ക്കും അല്പകൊച്ചുമയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് ദീപകൊച്ചമ്മ, കൊച്ചുമോൾ ലാജി, നീതു, നിയ, നിത്യ, പാക്സി, പിങ്കി, പ്രീത, പ്രിൻസി, പ്രിയ, രചന, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നായിട്ട് കണ്ണുകൾ കണ്ട് കുഞ്ഞിനെ ശാമലിനെ കൊടുത്ത് അനുഗ്രഹിച്ച ദൈവം അനേകം നമുക്ക് ദിവസത്തിൽ പല രംഗങ്ങൾ നാം കാണുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ച കർത്താവ് മക്കൾക്കും കുഞ്ഞുങ്ങളെ കൊടുത്ത് ദൈവത്തിന്റെ പ്രകാരം അനുഗ്രഹിക്കണമെന്ന് കുഞ്ഞുങ്ങൾ ലഭിച്ചാൽ ദൈവരാജ്യ മഹത്വത്തിനായിട്ട് അവരെ വളർത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്നവർ ഡോക്ടർ സോഹൻ, ഹേബൽ, കാരൾ, ജെറമി, മിന്നു, ഹെലൻ, അശ്വിൻ, സിറിൽ, ബെന്നി, ജെഫേഴ്സൺ, ക്ഷേമ, മറിയ, ജിജാറ്റിന, ധാരാളം മക്കളുണ്ട്. വിവാഹം ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ വിഷമിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. എല്ലാവരും ഒരുപോലെ ദൈവത്തിൽ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ പ്രകാരം അവരെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. സ്ത്രീകൾ സൂക്ഷിക്കുന്ന എല്ലാ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന എല്ലാ ചർച്ചസിനെയും സമർപ്പിക്കുന്നു. കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി ദൈവാരാധന ഏറ്റവും പ്രധാനമാണെന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ നോക്കി പാർക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ദൈവഹിതം നിറവേറ്റി അവിടുത്തെ തേജസ്സോടുള്ള വരവിനെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. വാങ്ങിപ്പോയ ആത്മാവിനെ ദേവസനെ സമർപ്പിക്കാം. അഭിഷിക്തരെ അന്മാരെ ഓർക്കാം. പരിശുദ്ധ ബസേലിയസ് ഗീവർഗീസ് പ്രഥമൻ മാതാവിന്റെ ഓർമ്മയാകുന്നു. പ്രത്യേകം സമർപ്പിക്കുന്നു. മധ്യസ്ഥതയെ യാചിക്കുന്നു. അഭിവന്യ തിരുമേനി മാതാവ്, പ്രിയപ്പെട്ട അന്നമ്മ ചാക്കോ, മാതാവ് മേരിക്കുട്ടി, ജോർജ്, കുര്യൻ ബാബു, ലില്ലി അലക്സോസ്, എലിക്കുട്ടി, അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരെ കാലത്ത് ദിവസത്തിലേക്ക് കടന്നുപോയവരെയും എല്ലാ ആത്മാക്കളെയും ഓർത്ത് ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവരെ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട ലിസി ജേക്കബ് ആകുന്നു. ലിസി ജേക്കബിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ലിസി ജേക്കബ് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ലിസി ജേക്കബ്. ഹലോ, കേക്കാമോ? കേക്കാമോ ആൻറ്റി? കേൾക്കാം. ഓക്കെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാകാരുണ്യവാനത്തിനുമായ സ്വർഗീയ പിതാവേ, ഈ വെള്ളിയാഴ്ചയുടെ ഈ മധ്യാഹ്ന സമയത്ത് അടിയങ്ങൾക്ക് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന എല്ലാ വിഷയങ്ങളും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിപ്പാൻ തക്കവണ്ണം ദൈവമേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടെയായി ഞങ്ങൾ ഇരിക്കുമ്പോൾ എല്ലാവരും ഒരുമയോടുകൂടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടി വന്നിരിക്കുന്ന എല്ലാ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് വചനം തന്ന
ആ കൊച്ചമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലായി വചനങ്ങൾ പറയുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് പറഞ്ഞ ആ വചനത്തിന് വേണ്ടി കർത്താവെ, ആ വചനം ഞങ്ങളിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ എല്ലാം സാധ്യമാണെന്ന് ഞങ്ങൾ അറിയുന്നല്ലോ. കർത്താവെ, തിരുസന്നിധിയിലേക്ക് സകലവും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, ഓരോ കാര്യങ്ങളിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് എല്ലാം കേൾക്കുന്ന ദൈവമാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു നിമിഷം തമ്പുരാന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് വിലയേറിയ അവസരമാണെന്ന് ഞങ്ങൾ അറിയുന്നല്ല. കർത്താവെ, ആദ്യമായി അടിയങ്ങളുടെ ഭദ്രാസനത്തെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഭദ്രാസനത്തിൽ തിരുമേനിയുടെ മാതാവിൻ്റെ ആ വേർപാടിനെ ഞങ്ങൾ അറിയുന്നല്ല. കർത്താവെ, ആ മാതാവിനെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ മടിയിൽ പാർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന് സമാധാനം നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാവാതിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ മകനെ ഈ സഭയെ നയിക്കുവാനുള്ള കഴിവും ശക്തിയും ബലവും എല്ലാം കൊടുക്കണമേ. കർത്താവെ, അഭിനന്ദ തിരുമേനിമാരെ എല്ലാം അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അച്ഛന്മാരെ എല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ, സുവിശേഷകരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശമാശന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം സഭയെ നയിക്കുവാൻ തക്കവണ്ണം വേണ്ടുന്നതായ ബുദ്ധിയും ശക്തിയും ജ്ഞാനവും എല്ലാം കൊടുത്ത് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങളെ മൊത്തമായി അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും നിന്റെ സന്നിധിയിൽ അല്പനിമിഷം ഇരിപ്പാനും തക്കവണ്ണം അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കിയതിനായി നന്ദി നിറഞ്ഞ ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ എൻ്റെ മക്കളെയും ബലപ്പെടുത്തി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓരോ നിമിഷവും കടന്നു വരുമ്പോൾ പുതുക്കം പ്രാപിക്കുന്നവരായി തീരുവാനും കർത്താവെ, അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുവാനും അടിയങ്ങൾക്ക് ഇടയാക്കുന്നതിനായി നന്ദി ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, രോഗികളായി ഭാരപ്പെടുന്ന എല്ലാവരുടെ മക്കളെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അനേകരുടെ പേരിവിടെ പറഞ്ഞല്ലോ. കർത്താവെ, ഓരോരുത്തരെയും പേരായി ആ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ രോഗികളെയും അവിടുത്തെ കരങ്ങൾ തൊട്ട് സൗഖ്യത്തെ ദാനം ചെയ്തു കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്വാസദായകനായി കൂടെ ഇരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന അനേകരുണ്ടല്ലോ കർത്താവെ. ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന അനേകരുണ്ടല്ലോ കർത്താവെ. അവരെ എല്ലാം പൊന്നു പാദപീഠത്തിലേക്ക് തരികയാണ് കർത്താവെ. അണിപ്പഴുതുള്ള കരം തട്ട സൗഖ്യം വരുന്ന അടിയങ്ങൾ അറിയുന്നല്ലോ കർത്താവെ. കർത്താവെ, അതുപോലെ മറ്റു പലവിധമായ വിഷമങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഭവനമില്ലാതെ വിഷമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ എല്ലാ ആവശ്യങ്ങളും ഇവരോടത്ത് സാന്നിധ്യം കൂടെ ഇരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായി സംഘർഷം അനുഭവിക്കുന്നവർ അനേകരുണ്ടല്ലോ കർത്താവെ. അവരെല്ലാം പൊന്നു പാദപീഠത്തിലേക്ക് തരികയാണ്. എല്ലാ സംഘർഷങ്ങളും മാറ്റി കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിപ്പാൻ തക്കവണ്ണം അവർക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദേവാലയങ്ങൾ പണിയുന്ന എല്ലാ എൻ്റെ മക്കളെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ആലയങ്ങൾ ആവശ്യമാണല്ലോ കർത്താവെ. അവിടുത്തെ സന്നിധി സ്തുതിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കൾക്ക് ഒരാലയം നിർമ്മിക്കുവാൻ തക്കോണം, അതിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുവാൻ തക്കോണം തമ്പുരാന്റെ കരങ്ങൾ കൂടെ ഇരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാത്ര ചെയ്യുന്ന എല്ലാ എൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ യാത്രയിലായിരിക്കുന്ന എല്ലാ എൻ്റെ മക്കളെ അനുഗ്രഹിച്ച് എത്തേണ്ടത് എത്തിച്ചേരുവാനും തക്കവണ്ണം അവർക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആപത്തുകൾ, അനർത്ഥങ്ങൾ നിറഞ്ഞതായ ലോകത്ത് സഞ്ചരിക്കുമ്പോൾ അവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം അനേകർ ഭാരപ്പെടുന്നല്ലോ പച്ച. മഴ മൂലം ഭാരപ്പെടുന്ന അനേക ദേശങ്ങളുണ്ടല്ലോ കർത്താവെ. അവരെല്ലാം ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. എല്ലാ ആശ്വാസദായകനായവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടുവാൻ തക്കോണം തമ്പുരാന്റെ കരങ്ങൾ അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യമായ കാര്യമാണല്ലോ കർത്താവെ, എന്നാൽ ദൈവം സാധ്യമാക്കി തരുമെന്നുള്ള ആ വചനത്തിന് പ്രകാരം എൻ്റെ മക്കൾക്ക് കർത്താവെ എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കൊടുപ്പാൻ തക്കോണം അവിടുത്തെ കരുണ അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ വിവാഹത്തിനായി ഒരുങ്ങുന്ന നിന്റെ മക്കളെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, തക്ക തുണയെ കൊടുപ്പാൻ തക്കോണം അപ്പച്ചന്റെ കരങ്ങൾ അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ നിന്റെ കൃപയിൽ അവരെയെല്ലാം കാത്തു പരിപാലിച്ചോടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങനെ പലവിധമായ വിഷമങ്ങളാൽ ഭാരപ്പെടുമ്പോൾ കർത്താവെ ഒരിക്കലും വിഷമിച്ചു പോകുവാൻ ഇടയാക്കാതെ ദൈവത്തെ നോക്കിക്കൊണ്ട് ആ ക്രൂശിനെ നോക്കിക്കൊണ്ട് ചുവപ്പാൻ തക്കവണ്ണം അവർക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടിയങ്ങളുടെ സഭയിലെ ആത്മീയ സംഘടനകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകളും ദൈവമേ നിനക്ക് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കൊണ്ട് ഓരോരുത്തർക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ MMSന്റെ എല്ലാ സംഘടനകളെ ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ഇതിൽ പ്രവർത്തിക്കുന്ന അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ മകൾ കേരളത്തിലാണെങ്കിലും കർത്താവിന്റെ കൃപയും കരുണയും കൊണ്ട് നിറച്ച് ഇതിൽ പങ്കെടുക്കുവാനും കർത്താവെ കൃപ കൊടുത്തതിനായി നന്ദിയോട് ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ എൻ്റെ മക്കളെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ അടിയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം ഇരിപ്പാൻ തക്കോണം വീണ്ടും ഒരവസരം കൂടി നൽകി തന്ന വൻ കൃപയ്ക്കായി നന്ദിയോട് ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ ഇത് ഞങ്ങൾ ഓർക്കുവാതെ പോയ മറ്റുള്ളവരുണ്ടെങ്കിൽ അവരെയും അവിടുത്തെ പൊന്നു പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ സകലവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധാവാസവും എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും ഇടവകളിൽ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. Greetings to all. I'm here to say a few words of thanks. Special thanks to Tirumeni, his prayers and blessings. Tirumeni, our condolences and prayers to your grieving family. May Amachi's soul rest in peace, and we pray for your safe travels. Special thanks to ABHN for your support and guidance. This is our last fasting prayer for the year 2025. So it was a great journey for me to travel with all of you all as a team. And I thank Almighty for choosing me to do this and to serve the church. Thank you for your good introduction message, Achin. It's true, we are not content, we compare, and then we get into wrong decisions and we commit sin. And that's how we go away from God and we get attracted to all the worldly pleasures. This is more we see in our younger generations, and we have to pray for our younger children to walk in the right way and talk to God and make good decisions. Thanks to Shini, Sheena, and Elizabeth Andy for your support and guidance for this fasting prayer. And Steffi, John Kochama, and that was an inspiring message, a short message with one verse. You inspired us with a lot of stuff, especially letting us know that there's nothing impossible with God. Yes, it's true. We pray a lot, but at times we forget to say thank you, and we don't realize how much God has done for us. He has blessed us with so many things, but still we are not content. Thank you, Kochma. Thank you for your presence and your beautiful message. My thanks to all the clergies, South Dallas region, who have supported me, Kochamas, and my unit, office bearers, secretaries, joint secretaries, treasurers. Special thanks to all the volunteers who have helped me throughout this year for this fasting prayer, especially all those who volunteered today for the fasting prayer. Without you all, I couldn't have done this. It was a good teamwork, and I see there was about 77 people, participants for this fasting prayer. Thanks to all the aunties, sisters, and little ones who participated. All blessings and Christmas greetings to everyone, and a blessed New Year to all of you. Thank you so much. Thank you so much.